ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് ഭാഗവത മഹാപുരാണം, അതിൻ്റെ മാഹാത്മ്യം 53-ാമത്തെ ശ്ലോകമായിട്ട് 3-ാമത്തെ അധ്യായത്തിൽ ശൗനക മഹർഷി പറയുന്നതായിട്ടുള്ള കാര്യത്തെ പറയണു. 43-ാമത്തെ പാഠം ആണ്. ശ്രീ ഗുരുവായൂരപ്പ. ഓം സാശ്ചര്യമേതൽ കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദിസൂചകം. ജ്ഞാനാദിധർമ്മ, ജ്ഞാനം തൊട്ടുള്ള ധാർമ്മികതയെ അല്ലെങ്കിൽ ധർമ്മങ്ങളെ വിഗണയ്യ തിരസ്കരിച്ചിട്ട് ഏതത് കഥാനകം, ഈ കഥ, സ ആശ്ചര്യം കഥിതം, ആശ്ചര്യത്തോടു കൂടി ഇത് പറയപ്പെട്ടു. യോഗവിദാദി സൂചകം, യോഗം, ജ്ഞാനം ഇങ്ങനെയുള്ളവയെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഭാഗവതം പുരാണം നിശ്രേയസേ മോക്ഷത്തിനായിക്കൊണ്ട് കുതഹ ജാതം. ഇപ്പോൾ നമുക്ക് ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ് ഇവിടെ ശൗനകാദി മഹർഷിമാർ സൂതനോട് ചോദിച്ചത്. സംശയങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ടായത്. വേദം, പുരാണം ഇതൊക്കെ ഉണ്ടായിട്ടും, ശാസ്ത്രം അതൊക്കെ ഉണ്ടായിട്ടും അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇതിനെന്ത്? അതിൻ്റെ സാരമായിട്ടുള്ള ഇതെടുത്തിട്ട് പ്രയോഗിക്കുമ്പോൾ ഈ മുക്തി കിട്ടാനുള്ള കാരണം എന്താ ഇതിൽ പ്രത്യേകത? ആ പ്രത്യേകതയാണ് ഇത്രയും നേരം പറഞ്ഞത്. എങ്കിലും വീണ്ടും സംശയം ചോദിക്കുക. ഇതൊരു ആവർത്തന ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിന്, നേരത്തെ നമ്മൾ പറഞ്ഞു, മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല, ശരീരത്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അത് നിയന്ത്രിക്കാറാവും ഈ ഭാഗവതത്തെ ഉപാസിച്ചാൽ. അപ്പോൾ ഈ ഉത്തരം പറഞ്ഞതിൻ്റെ ശേഷമാണ് വീണ്ടും ശൗനകാദി മഹർഷിമാർ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മുടേതായിട്ടുള്ളൊരു ഭാവമാണ്. ശൗനകാദി മഹർഷിമാരെന്ന് പറഞ്ഞാൽ മഹാബ്രാഹ്മണന്മാരാണ്. അവർ അനവധി യജ്ഞങ്ങളെ, യാഗങ്ങളൊക്കെ ചെയ്ത് ഭഗവത് പ്രീതി നേടിയവരാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിൻ്റെ പോലും അനുഗ്രഹം കിട്ടിയത്. നേരിട്ട് കണ്ട് ആ ബ്രഹ്മാവ് കൊടുത്ത ചക്രം ഉരുട്ടി അതെവിടെയാണോ പൊടിയാവുന്നത് അവിടെ നിങ്ങളെ യാഗം തുടങ്ങിക്കോളൂ, ആയിരക്കണക്കിന് കൊല്ലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള യാഗത്തെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, അവിടെ എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള യാഗങ്ങളെയും ചെയ്യാൻ സാധിക്കും. ഈ ജ്ഞാനയജ്ഞാദികളെല്ലാം അവിടെ ഇരുന്നിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇനി ഭാവിയിൽ വരാൻ പോകുന്നതായിട്ടുള്ള ഓരോരുത്തർക്കും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് ഈ സംവാദം ഉപകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരാണോ അതോ നമ്മുടെ ഈ ജീവൻ തന്നെയാണോ? നമുക്ക് തോന്നും. സാശ്ചര്യമേതൽ കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദിസൂചകം. പലരും പറയാറുണ്ട്, എനിക്ക് എൻ്റെ വീട്ടിൽ സൗകര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടിയാണ്, അപ്പം ഞാൻ തേവാരങ്ങളൊന്നും അങ്ങനെ പതിവില്ല. എവിടെ ഭാഗവതം വെച്ചാൽ അവിടെ പോവും. ഭാഗവതം കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടേക്ക് പോകാൻ തരാവാറില്ല. ഇവർക്ക് വീട്ടിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടും എവിടെയാണ് ഭാഗവതം ഉള്ളത് വെച്ചാൽ അവിടെ എത്താൻ സാധിക്കും. എനിക്കത് മാത്രമേ തരാവുന്നുള്ളൂ. അപ്പം ഈ ഭാഗവതം കേൾക്കാൻ പോകണമെന്ന് വിചാരിക്കണ ആ ആൾക്ക് ഇയാളോട് കുറച്ച് അസൂയം കൂടി ഉണ്ട് എന്നർത്ഥം. പക്ഷേ ഈ ഭാഗവതം കേൾക്കാൻ പോണ ആൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലത്തെ അറിയില്ല. അതുമാത്രമേ വേണ്ടൂ എന്നുള്ളത് അറിയണില്ല. ഈ ജ്ഞാനം, അതായത് സമർപ്പണം, ഭക്തി, ഇത് രണ്ടുമുണ്ട്. പക്ഷേ ജ്ഞാനം ഒട്ടുമില്ല. ജ്ഞാനമില്ലാത്തത് ഒരു നിലയ്ക്ക് പറഞ്ഞാൽ നല്ലതാണ്. കാരണം എപ്പോഴും സാത്വിക ഭാവത്തിലിരിക്കുമ്പോൾ അതിൽ ഈ കന്മഷങ്ങളൊന്നും വരില്ല ആ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ആ ജീവൻ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യമെങ്കിലും ഈ തിരക്കുള്ള ആൾക്ക് കിട്ടണില്ലല്ലോ എന്നാണ് ആ ആൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെയൊക്കെ ഒരവസ്ഥ. നമുക്ക് ഇത് കിട്ടിയിട്ടും
ഇതെന്താ ചെയ്യുക, നിശ്ചയില്ലാത്തൊരവസ്ഥ. അപ്പം അത് വല്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ സൂതൻ പറഞ്ഞതായിട്ടുള്ള ഈ കഥകൾ സനകാദി മഹർഷിമാർ ശ്രീനാരദ മഹർഷിക്ക് പ്രകാരത്തിലൊക്കെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ പറഞ്ഞു കൊടുത്തു. ഇത് ഒരു ആശ്ചര്യം തന്നെയാണ്. കാരണം ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, അതിൽ കർമ്മയോഗത്തിൽ അഷ്ടാംഗയോഗം പ്രത്യേകം, ഇതൊന്നും കൂടാതെ കണ്ട് തന്നെ ഭാഗവതം കേട്ടാൽ മതി, പഠിച്ചാൽ മതി, പറഞ്ഞു കൊടുത്താൽ മതി, എന്നാൽ മോക്ഷത്തെ കിട്ടുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത്രയും മാഹാത്മ്യം ഈ യാഗയോഗ ജ്ഞാനാദികളേക്കാൾ പൂജാവ്രത ഉപവാസ ദാനാദികളേക്കാൾ ഇതിന് ഉണ്ട് എങ്കിൽ ആ ഭാഗവത് പുരാണത്തിൻ്റെ ഈ ഉൽപ്പത്തി തൊട്ടുള്ള ഓരോ കാര്യങ്ങളും അറിയണം എന്ന് താല്പര്യമുണ്ട്. ജ്ഞാനം തൊട്ടുള്ള ഈ ധർമ്മങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഈ കഥയെ മാത്രം പറയപ്പെട്ടു, ഇത് മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറയപ്പെട്ടു. അപ്പോൾ ഈ യാഗയോഗ ജ്ഞാനാദികളെ ഒഴിവാക്കുന്നതായിട്ടുള്ള ഈ ആൾക്ക് കൊടുക്കുന്നത് ഭാഗവതത്തിലൂടെ ജ്ഞാനവും യോഗവും ഭക്തിമാർഗവും ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഗവതം മുക്തിക്ക് കാരണമാണ് എന്ന് പറയുമ്പോൾ ഇത് കുതഹാജാതം, ഇത് എങ്ങനെയാണ് ഈ ഭാഗവതം ഉത്ഭവിച്ചത്, ആരിൽ നിന്ന് പുറത്തേക്ക് വന്നു? അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്കറിയാം. വ്യാസൻ 17 പുരാണങ്ങളും ഇതിഹാസമൊക്കെ രചിച്ച് മനസ്സ് സന്തോഷമല്ലാത്തൊരു ഭാവത്തിൽ വന്നപ്പോൾ അത് ചിന്തിച്ചു കൊണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഈ സന്തോഷം വരണില്ല? അപ്പോഴാണ് നാരദൻ വന്നിട്ട് ഭാഗവതം എഴുതൂ എന്ന് പറഞ്ഞത്. അങ്ങ് ഭഗവാൻ തന്നെയാണ്, വിഷ്ണു തന്നെയാണ്. അപ്പോൾ വിഷ്ണു ആയിട്ടുള്ള ഈ വ്യാസൻ ഭഗവാന്റെ കഥകളെ ഒന്ന് മനനം ചെയ്തു. അത് സമാധി ഭാഷയിൽ എഴുതി തീർത്തതാണ് ഈ ഭാഗവതം. ഭാഗവതം എഴുതി തീർത്തോട് കൂടിയിട്ട് വ്യാസന് മനസ്സിന് സമാധാനം കിട്ടി. അത് പാടിക്കൊണ്ട് നടക്കുമ്പോൾ വ്യാസൻ്റെ ശിഷ്യന്മാരുടെ കുട്ടികൾ പാടി നടക്കുന്ന സമയത്താണ് വ്യാസൻ്റെ മകൻ ശ്രീശുക ബ്രഹ്മർഷി ഇത് കേട്ട് വരണത്. ഞാൻ ഇതിനു മുന്നേ ഇത് കേട്ടിട്ടില്ലല്ലോ, പഠിച്ചിട്ടില്ലല്ലോ, ഇത് ഏത് ഗ്രന്ഥത്തിലെയാ, എന്താ കഥ എന്ന് ചോദിച്ചാൽ അപ്പോഴാ കുട്ടികൾ പറഞ്ഞു, ഇത് അച്ഛനെ എഴുതിയ പുതിയ പുസ്തകത്തിലെയാണ്. അയ്യോ, എന്നാൽ എനിക്കത് വേണമല്ലോ എന്ന് പറഞ്ഞു. അച്ഛനിൽ നിന്ന് തന്നെ അത് കേട്ടു. ആ ഭാഗവതം ആണ് ഈ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തിട്ട് പരീക്ഷത്ത് മുക്തനായിട്ട് കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടാണ് കേട്ടു മനനം ചെയ്തു. പ്രായോപവേശത്തിലാണ്. അപ്പോൾ എല്ലാ നിഷ്ഠയുണ്ട്. ഏകാഗ്ര മനസ്സ് ആണ് ആ സമയത്ത്. പിന്നെ വേറെ ഒരു ലക്ഷ്യമില്ല ഭാഗവതം അല്ലാണ്ട്, ഭഗവാനും ഭാഗവതം അല്ലാണ്ട് വേറെ ഒരു ലക്ഷ്യമില്ല. ഗുരു, ഗ്രന്ഥം, ഭഗവാൻ, ഇത് മൂന്നും മാത്രമേ ആ പരീക്ഷത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കേട്ട ഒറ്റ കാരണം കൊണ്ട് മുക്തി കിട്ടി. അപ്പം ഈ ഭാഗവതം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉത്തരയിലുണ്ട്. അത് വിസ്തരിച്ച് പറയണേ എന്ന് പറയുകയാണ്. സ ആശ്ചര്യം ഏതത്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും കൂടുതൽ ആശ്ചര്യം ഏതത്, അതേ ഭാഗവതമാണ് ഈ പറയാൻ പോണത്. അതുകൊണ്ടാണ് കഥിതം കഥാനകം, അത് നന്നായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ ആശ്ചര്യത്തോടു കൂടിയിട്ട് പറഞ്ഞതായിട്ടുള്ള ഈ കഥാനകം, ഈ കഥ കഥിതം പറയപ്പെട്ടത്, ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് പറയപ്പെട്ടത്. ഈ കഥ പറയപ്പെട്ടു. ജ്ഞാനാദിധർമ്മ, ജ്ഞാനം തൊട്ടുള്ള ഓരോ ധാർമ്മിക മാർഗങ്ങൾ, ഇതിൽ പ്രധാനപ്പെട്ടതാണ് ജ്ഞാനം. ആചാരാനുഷ്ഠാനങ്ങൾ തൊട്ടുള്ള സകല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വിഗണയ്യ, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, അതിനൊക്കെ തിരസ്കരിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൻ്റെ ശേഷം ഇത് മതി എന്ന് പറയാനുള്ള കാരണം എന്താ? അപ്പോൾ ഈ പുസ്തകത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇത് എവിടുന്ന് എങ്ങനെ ഉണ്ടായത്, എപ്പോഴാണ് ഉണ്ടായത്? മാത്രമല്ല ഇത് ഈ ഭാഗവതം പുരാണം നിശ്രേയസേ എന്ന് പ്രത്യേകം പറയണം. അപ്പോൾ നിശ്രേയസം എന്നുള്ളത് മുക്തിയാണ്. ആ മുക്തിക്ക് വേണ്ടിയിട്ട് ഈ യോഗായാലും ജ്ഞാനായാലും അതിനെ മുഴുവൻ
സൂചകം യോഗവിദ് വിദ് എന്ന് പറഞ്ഞാൽ വേദം. വേദം തൊട്ടുള്ള ഓരോന്നിൻ്റെയും സൂചകം തന്നെയാണ്. ഇതിനൊക്കെ സംജ്ഞയാണ് ഉള്ളത്. ഭാഗവതത്തിൽ ഈ വേദം തൊട്ടുള്ള കാര്യത്തിൻ്റെയൊക്കെ സംജ്ഞയാണുള്ളത്. അപ്പോൾ ആ സൂചകമാണ് ഇവിടെ ഈ മുക്തിക്ക് കാരണമായിട്ട് ഉറപ്പിച്ച് പറഞ്ഞതാണ്. ഇതിനെയൊക്കെ ഒഴിവാക്കാനും പറഞ്ഞു, എന്നിട്ട് അത് എടുത്താൽ മതി എന്നുള്ളതും ഉറപ്പിച്ച് പറഞ്ഞു. അപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? അപ്പോൾ അത് എവിടെ നിന്നുണ്ടായത്? ഇതാണ് ചോദ്യം. സാശ്ചര്യമേതൽ കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദിസൂചകം. ഇത്രയും ഉറപ്പിച്ച് പറയണമെങ്കിൽ അത് ഭാഗവതത്തിന് എന്തോ അതിയായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. അതിനെ പറയൂ. കാരണം ഇത് ഭാഗവതം പറയുന്നത് മുഴുവൻ ജ്ഞാനങ്ങളാണ്, ഭക്തിമാർഗ്ഗമാണ്, കർമ്മമാർഗ്ഗമാണ്. കർമ്മം എങ്ങനെയാണ് നമ്മളിൽ നിന്നും വിട്ടുപോകേണ്ടത് എന്നതിനെയാണ്. അതൊക്കെ തന്നെയാണ് വേദവും പറയണത്, മറ്റു പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പറയണത്. എന്നിട്ടും ഇതിലെന്തോ ഒരു പ്രത്യേകത അധികമായിട്ട് പറയപ്പെട്ടു. യുക്തമായത് പറയപ്പെട്ടു, ഉചിതമായത് പറയപ്പെട്ടു. സാമ്പ്രതം എന്ന് വെച്ചാൽ ഉചിതം എന്നൊക്കെ പറയാം. ഇപ്പോഴുള്ളതായിട്ടുള്ള അതിനെ വീണ്ടും ഒന്നും കൂടി ഊന്നി പറയുക, യുക്തിയുക്തമായിട്ടെന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ ചോദ്യം സൂതൻ അതിന് ഉത്തരം പറയാൻ. ശൗനക ഉവാച 53-ാമത്തെ ശ്ലോകം. സാശ്ചര്യമേതൽ കഥിതം കഥാനകം ജ്ഞാനാദിധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദിസൂചകം. കുതഃ ജാതം, ജാതം കുതോ, അതാ ആ വാക്കാണ് അതിൽ ഏറ്റവും പ്രധാനം. ഭാഗവതം ഉണ്ടായത്, അതിൻ്റെ ഉത്ഭവം പറയൂ. സൂത ഉവാച 54-ാമത്തെ ശ്ലോകം. യഥാ കൃഷ്ണോധരാം ത്യക്ത്വാ സ്വപദം ഗന്തുമുദ്യത ഏകാദശം പരിശ്രുത്യാപ്യുദ്ധവോ വാക്യമബ്രവീത്. യഥാ കൃഷ്ണ ധരാം ത്യക്ത്വ, എപ്പോഴാണോ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയെ ധരാം ത്യക്ത്വ പോയത്, ഉപേക്ഷിച്ച് പോയത്. ഭൂമിയെ ഭഗവാൻ ഉപേക്ഷിച്ച് പോയിട്ടില്ല, ഭൂമിയിലുണ്ട്, ഭാഗവതത്തിലാണ് ഉള്ളത്. സ്വപദം ഗന്തുമുദ്യത, സ്വപദത്തിലേക്ക്, ഗോലോകത്തിലേക്ക്, വൈകുണ്ഠലോകത്തിലേക്ക് ഗന്തും പോവാനായിക്കൊണ്ട് ഉദ്യത പരിശ്രമിച്ചു എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ പോയിട്ടില്ല, കൃഷ്ണൻ പോയിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രമാണം ഇതാണ്. ഗന്തുമുദ്യത, പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉത്സാഹിച്ചു. അപ്പോൾ എപ്പോഴാണ് പോവാൻ ഉദ്ദേശിച്ചത്, പുറപ്പെട്ടത്? ഏകാദശം പരിശ്രുത്യ അപി ഉദ്ധവ വാക്യം അബ്രവീത്. ഏകാദശ സ്കന്ധം ഭാഗവതത്തിലെ ഉദ്ധവോപദേശമായിട്ടാണ്. അവിടെ നിമി നവയോഗി സംവാദമായിട്ട് ഒരു ഉപദേശം ഋഷഭദേവൻ്റെ പുത്രന്മാരായിട്ടുള്ള നവയോഗികൾ ഈ മിഥില രാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് 4 അധ്യായങ്ങളിലായിട്ട്. അതിന് ശേഷമുള്ളത് ഉദ്ധവന് കൊടുക്കുന്ന ഉപദേശമാണ് 22 അധ്യായങ്ങളായിട്ട്. അപ്പോൾ ഉദ്ധവോപദേശം എന്നാണ് സാധാരണ ഏകാദശം പറയുക. ആ സമയത്ത് ഈ ഉദ്ധവൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ സമയത്ത് ഏകാദശം പരിശ്രുത്യ നന്നായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്കിലും ഉദ്ധവൻ പറഞ്ഞു വാക്യം അബ്രവീത്, ഇങ്ങനെ ഒരു വാചകം അപ്പോൾ പറയുകയുണ്ടായി. യഥാ കൃഷ്ണോധരാം ത്യക്ത, സൂതൻ പറയാണ്, എപ്പോഴാണോ ഭഗവാൻ ഈ ഭൂമിയെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വപദം ഗന്തു ഉപേക്ഷിച്ചിട്ട് സ്വന്തം ധാമത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഉദ്യത പരിശ്രമിച്ചത്, അപ്പോൾ അതെപ്പോഴാ? ഏകാദശം പരിശ്രുത്യ, ഈ ഏകാദശ സ്കന്ധത്തിലെ ഉദ്ധവോപദേശത്തെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉദ്ധവ, എങ്കിലും ഉദ്ധവൻ വാക്യം അബ്രവീത്, ഇങ്ങനെ ഒരു വാചകത്തെ പറഞ്ഞു. യഥാ കൃഷ്ണോധരാം ത്യക്ത സ്വപദം ഗന്തുമുദ്യത ഏകാദശം പരിശ്രുത്യ അപി ഉദ്ധവ വാക്യം അബ്രവീത്. ഉദ്ധവ ഉവാച ത്വം യാസ്യസി ഗോവിന്ദ ഭക്തകാര്യം വിധായ ച മച്ചിത്തേ മഹതി ചിന്ത താം ശ്രുത്വാ സുഖമാവഹ.
എന്താ ത്വം തു യാസ്യസി ഗോവിന്ദ. ഭഗവാൻ അങ്ങോട്ട് പോവും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പോയാൽ പുലിവാരാണ്. അപ്പം അതുകൊണ്ട് പറ്റില്ല എന്നുള്ള നിലയ്ക്കാണ്. ഭക്തകാര്യം വിധായച്ച, ഭക്തകാര്യങ്ങൾ മുഴുവനെ പ്രധാ വിധാനം ചെയ്ത് കഴിഞ്ഞു. എന്നോട് പറഞ്ഞ ഉപദേശങ്ങൾ അങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ സകല ജ്ഞാനങ്ങളും അതിലുണ്ട്. മർച്ചിത്തെ മഹതീ ചിന്ത. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വലിയൊരു ചിന്ത ഉണ്ടായത്. എന്താ ചിന്ത ഉണ്ടായത്? താം ശ്രുത്വ സുഖമാവഹ. അത് അങ്ങ് കേൾക്കണം. ഞാനിതാ നന്നായിട്ട് പറഞ്ഞുതരാം. ഉദ്ധവൻ പറയുകയാണ്, ഈ ശ്രീകൃഷ്ണനോട് ഇനി ഇവിടെ നിങ്ങൾ 5 ശ്ലോകങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 4-5 ശ്ലോകങ്ങൾ, 5 ശ്ലോകങ്ങൾ ഈ ഉദ്ധവൻ്റെ വാക്കുകളാണ്. ഭക്ത കാര്യത്തെ വേണ്ട വിധത്തിൽ സാധിപ്പിച്ചതായിട്ടുള്ള ഭഗവാനെ അങ്ങ് ഇപ്പോൾ ഗോലോകത്തിലേക്കോ വൈകുണ്ഠത്തിലേക്കോ രണ്ടും ഒന്ന് തന്നെയാണ്. എന്തെങ്കിലും അവിടേക്ക് രണ്ടും ഒന്നല്ല, വേറെ ഉണ്ടാകും പോരെ. അത് കുഴപ്പമില്ല, ആയിക്കോട്ടെ. എന്തായാലും അങ്ങനെ പോവുകയാണ്. ഇനി ഭഗവാന്റെ സ്ഥാനം യഥാർത്ഥത്തിൽ എവിടെയാണെന്നറിയോ? നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള പൊൻതാമരയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അവിടേക്കാണ് ഈ ഭാഗവതമാകുന്ന ജ്ഞാനത്തെ കൊടുക്കേണ്ടത്. അപ്പോൾ ജീവനും ഭഗവാനും കൂടിയിട്ട് അടുത്തിരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒന്നായി തീരും. അതാണ് മുക്തി. അപ്പോൾ ഈ സ്വസ്ഥാനത്തെ പ്രാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇതാ വലിയൊരു സംശയം ഉണ്ടായിരുന്നു. എല്ലാ സംശയവും തീർന്നില്ലേ ഉദ്ധവാന്ന് ചോദിച്ചിട്ടാണ് ഭഗവാൻ യാത്രയാവാൻ നിന്നതേ. അപ്പോഴാണ് എല്ലാ സംശയവും തീർന്നു ഭഗവാൻ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ ആദ്യം ഒരു ചോദ്യമാണ്. ആ ചോദ്യമാണ് ഈ ചോദ്യം. ഞാനിപ്പോൾ ഇതാ പറയാൻ പോകണം. അത് അങ്ങ് സശ്രദ്ധം കേൾക്കണം, കാരുണ്യത്തോട് കൂടിയിട്ട് പ്രതികരിക്കുകയും വേണം, മറുപടി പറയും വേണം എന്നാണ് ഉദ്ധവൻ പറഞ്ഞത്. ത്വം തു യാസ്യസി ഗോവിന്ദ. അങ്ങ് പോവാൻ പുറപ്പെടുകയും കുപ്പായൊക്കെ ഇട്ടു. ഗോവിന്ദ ഭക്തകാര്യം വിധായിച്ച. ഭക്തന്മാരുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് വേണ്ട വിധത്തിലൊക്കെ പറഞ്ഞ് ഒക്കെ ശരിയാക്കി തന്നിട്ടുണ്ട്. ഉദ്ധവനോട് പറഞ്ഞിരിക്കുന്ന ഭഗവാൻ അങ്ങ് ബദരികാശ്രമത്തിൻ്റെ താഴെ ഇരുന്നിട്ട് ഇനി വരുന്ന ഭക്തന്മാർക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ജ്ഞാനം കൊടുക്കണം വെച്ചാൽ ആവശ്യപ്പെട്ട് വന്നു വെച്ചാൽ അത് കൊടുത്തോളൂ. ആവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കാവൂ കേട്ടോ എന്നും പറഞ്ഞു. അത് ചെയ്തോളാമെന്നും പറഞ്ഞു. പിന്നെ മാത്രമല്ല കൃഷ്ണന് തുല്യമാണ് ഉദ്ധവൻ എന്നും പറഞ്ഞു. അതൊക്കെ സമ്മതമായി. ഇപ്പോൾ എനിക്ക് മതചിത്ത എൻ്റെ മനസ്സിൽ മഹതീ ചിന്ത, വലിയൊരു ചിന്ത ഉണ്ടായി എന്നാ. താം ശ്രുത്വ. അതിനെ ഇതാ ഇപ്പോൾ കേൾക്കൂ, അങ്ങ് കേൾക്കണം. സുഖം ആവഹ. അത് നന്നായിട്ട് തന്നെ കേട്ട് എന്നിട്ട് അതിൻ്റെ മറുപടി ആയിട്ട് എനിക്കത് ഉത്തരം തരണം. 55-ാമത്തെ ശ്ലോകം പറയാണ്, ത്വം തു യാസ്യസി ഗോവിന്ദ ഭക്തകാര്യം വിധായ ച മച്ചിത്തെ മഹതീ ചിന്ത താം ശ്രുത്വ സുഖമാവഹ. 56, 57 കൂടിയിട്ട് രണ്ടും ഒരു ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. ആഗതോയം കലിർഘോരോ ഭവിഷ്യന്തി പുനഃഖല തത് സംഗേനൈവ സന്തോപി ഗമിഷ്യന്ത്യുഗ്രതാം യഥാ തദാ ഭാരവതീ ഭൂമി ഗോരൂപേയം കമാശ്രയേത് അന്യോ ന ദൃശ്യതേ ത്രാതാ ത്വത്ത കമലലോചന. അതാണ് കാരണം. ഈ കലിയുഗം ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കലിയുഗം തുടങ്ങി. കലിയുഗത്തിൽ ഉദ്ധവനെ സംബന്ധിച്ച് പ്രശ്നമാണ് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ ഉപദേശം മുഴുവൻ കൊടുത്തിരിക്കുന്നത്. എങ്കിലും കലിസന്തരണാർത്ഥം ഈ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് അവിടെ 4-ാമത്തെ അധ്യായത്തിൽ ഈ 5-ാമത്തെ അധ്യായത്തിൽ വരാം. ഏകാദശ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 33, 34 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെയും രാമനി വെച്ചാൽ ബലരാമനെയല്ല ശ്രീരാമനെ രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് പറഞ്ഞത്. പേരുകൊണ്ട് കാരണം ശ്രീരാമൻ്റെ പേരാണ് ബലരാമന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പേരുകൊണ്ട് എന്ന് പറയാനുള്ള കാരണം. സംഘർഷമൂർത്തിയാണല്ലോ ബലരാമൻ, വാസുദേവനാണല്ലോ ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും സ്മരിച്ച് ഹരിയായിട്ട് കണക്കാക്കിക്കൊണ്ട് എന്നെ സ്മരിച്ചാൽ മതി എന്നവിടെ നവയോഗികൾ ഈ നിമി മഹാരാജനോട് പറഞ്ഞിട്ടുണ്ട്. അത് കലിസന്തരണ മന്ത്രമാണ്, ബ്രഹ്മാവിനാൽ വിധിക്കപ്പെട്ടതാണ്. അപ്പോൾ കലിയുഗം ആരംഭിക്കാൻ പോവുകയാണ്. രണ്ടാമതും ദുർജനങ്ങളുണ്ടാവും. ദുർജനങ്ങളാണ് ഇനി കൂടുതലുണ്ടാവുക, 99%. അത്രയും പ്രശ്നമുണ്ട്. അവരുടെ ഈ സംഘം കൊണ്ട് സാധുജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അവർക്കതെല്ലാം ക്രൂരമായിട്ട് തോന്നും.
ഇവർ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ ക്രൂരതയാണ് ഇനി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ധ്യേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവ വിരിഞ്ചിനുതം ശരണ്യം ഭൃത്യാർത്ഥിഹം പ്രണതപാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം त्यक्त्वा सुदुस्तेज सुरेप्सित राजलक्ष्मीं धर्मिष्ठ हरिवजसायदगादरण्यं मायामृगं ദൈതയേപ്സിതമന്വധാവർ വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം എന്ന് 2 ശ്ലോകങ്ങളെ കൊണ്ട് അങ്ങ് പറഞ്ഞു കൊടുത്തത്. ഭഗവാൻ പറഞ്ഞു തന്നെയാണ്. ഓക്കെ, നവയോഗികളെ പറഞ്ഞ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ട് ഇല്ലയെന്ന് പറയില്ല. എങ്കിലും ഇങ്ങനെ ഇത് ക്രൂര ഭാവത്തിൽ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാനുള്ള കഴിവ് ഈ സാത്വികർക്ക് ഉണ്ടാവില്ല. ആ സങ്കടം ഭൂമിക്ക് വലിയ ഭാരമായിട്ട് മാറും. ഈ സങ്കടം എന്താ? ഈ ദുഷ്ടജനങ്ങളുടെ ആധിക്യം ആണ്. ദുഷ്ടജനങ്ങളാണ് ഭാരം. ദുഷ്ടജനങ്ങളുടെ ദുഷ്ടതയാണ് ഭാരം. അത് ഭൂമിക്ക് ഭാരം സഹിക്കാൻ വയ്യാണ്ട ഒരവസ്ഥ വരുമ്പോൾ പശുവിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കും. ഇപ്പോൾ ത്രേതായുഗത്തിൻ്റെ അവസാനം, അതേപോലെ ഈ കലിയുഗത്തിൻ്റെ അവസാനം ശ്രീരാമനും ശ്രീകൃഷ്ണനും മറയണു എന്നാണ് സങ്കല്പം. ഇപ്പോൾ ഈ അവസാനം ത്രേതായുഗത്തിൻ്റെ ഏറ്റവും ദ്വാപരയുഗത്തിൻ്റെ ഏറ്റവും അവസാനം പശുരൂപം സ്വീകരിച്ചുകൊണ്ട് ഭൂമി അവിടെ വന്നിട്ട് രക്ഷയ്ക്കായിട്ട് ആശ്രയിച്ചു. ആ സമയത്ത് ഈ ഭഗവാൻ വേറെ ഒരു രക്ഷിതാവിനെ കാണാത്തത് കൊണ്ട് ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു. പക്ഷേ കലികാലത്തിൽ അവതാരില്ല. അപ്പം എന്തു ചെയ്യും? അതാണ് ചോദ്യം. ആഗതഃ അയം കലിഹി ഘോരഃ ഭവിഷ്യന്തി. ഇനി ആഗതഃ വരാൻ പോവാണ്. അയം ഈ സാധനം ഏത്? കലിഹി, കലികാലം, കലിദോഷം, കലികാലം എന്നുള്ളത് കലിയുഗം. അത് ഘോരമാണ്, അതിഘോരമായിട്ട് ഭവിഷ്യന്തി, ഇനി ഭവിക്കാൻ പോവുകയാണ്. പുനഃ വീണ്ടും ഖലാഹ ഈ വിശ്വാസമില്ലാത്ത വഞ്ചകരെ, ദുഷ്ടത ചെയ്യുന്നവരെ, തത് സംഘേനൈവ ഈ ദുഷ്ടന്മാരുടെ സംഘം കൊണ്ട്, സന്തഹ അഭി സജ്ജനങ്ങൾ പോലും ഗമിഷ്യന്തി എത്തിപ്പെടും. എവിടേക്ക്? അതി ഉഗ്രതാം യഥാ അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. അവരുടെ മനസ്സ് പോലും വല്ലാത്ത, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരുടെ ഒരു മനസ്സ് വല്ലാത്തൊരു നീറ്റൽ ഉണ്ടാകുമ്പോൾ അതൊരു വലിയ ഭാരമായിട്ട് മാറും. ആ കനം സഹിക്കാൻ പറ്റില്ല. അത്യുഗ്രത അതാണ്, വളരെ കൂടുതലായിട്ട് മാറും. തഥാ ഭാരവതി അതാണ് ഭാരമായിട്ട് വരിക ഭൂമിഹി. അപ്പോൾ ആ ഭൂമി ഗോരൂപേയം, ഗോരൂപ ഇയം. അങ്ങനെ ആ സമയത്ത് ഈ ഭാരം താങ്ങാൻ വയ്യാതെ കണ്ട് ഭൂമി ഒരു പശുവിൻ്റെ രൂപത്തെ സ്വീകരിച്ച് കമാശ്രയേത്. ആരെ ആശ്രയിക്കാം? ആശ്രയിക്കാൻ ഒരു രക്ഷിതാവിനെ കാണാനില്ല. ഇപ്പോൾ ഭഗവാനെ കിട്ടി, കാരണം കലികാലത്തിൽ അവതാരമില്ല. കമാശ്രയേത്, ആരെ ആശ്രയിക്കുക? അന്യഹ ന ദൃശ്യതേ, ഭഗവാനെ അല്ലാതെ കണ്ട് വേറൊരാളെ ആശ്രയിക്കാൻ കാണുന്നില്ല. ഭഗവാൻ ഇവിടെ ഇല്ലേ? ഇനി ഭഗവാൻ പോവല്ലേ? ഭഗവാൻ പോയി എന്ത് ചെയ്യും? അപ്പോൾ ത്രാത ആരാ രക്ഷിക്കുക? ത്വത്തഹ, അങ്ങല്ലാണ്ട് വേറൊരാളില്ല. അങ്ങയാൽ തന്നെ വേണം. അല്ലയോ കമലലോചന, താമരക്കണ്ണ, പുഷ്കരാക്ഷ. ആഗതഃ അയം, ഇപ്പതാ വരാൻ പോവാണ് വലിയ കലിഹി, കലിയുഗം. ഘോരമാണത്. ഘോരഹ ഭവിഷ്യന്തി, ഇനി വരാൻ പോവാണ്. പുനഃ ഖലഹ, വീണ്ടും ഈ ഖലന്മാരെ, ഇപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ അനവധി ആൾക്കാരെ ഒന്നിച്ചു കൊന്നു. 3000 കോടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കണക്ക് എടുക്കണവരെ, 3000 കോടി. എന്താ കഥ? അത് ഈ ദുഷ്ടന്മാരെയാണ് വധിച്ചത്. അപ്പോൾ അവരുടെ പത്നിമാർ, അതേപോലെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ പിന്നെ സാത്വികരായിട്ട് മാറിയുണ്ടാവും എന്നതാണ് സങ്കല്പം. ഏതായാലും അവരെ മുഴുവൻ വധിച്ചു. ഇപ്പോൾ വീണ്ടും പുനഃ ഖലാഹ, ഇനി ഉണ്ടാവാൻ പോവാണ് ഘോര കലിയുഗത്തിൽ. അപ്പോൾ തത് സംഖ്യേന ഏവ, ആ സംഘം കൊണ്ട് വീണ്ടും സന്തഹ അഭി ഈ സജ്ജനങ്ങൾ കൂടി ഗമിഷ്യന്തി ഉഗ്രതാമ്യത, അവരുടെ മനസ്സും വല്ലാതെ കൊണ്ട് മാറും. സജ്ജനങ്ങളുടെ മനസ്സ് പോലും അവരൊന്നും മറ്റേ ഈ ക്രൂരന്മാരാവാനൊന്നും പറ്റില്ല. പക്ഷേ അവർ ഈ വിഷമം അനുഭവിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ ഈ ദുഷ്ടനായിട്ടുള്ള ഈ ശത്രു മരിച്ചാൽ മതിയായിരുന്നു
എന്ന് തോന്നും. അവർ പ്രവർത്തിക്കാൻ പറ്റില്ല അവർക്ക്, പക്ഷെ അവരുടെ മനസ്സിലിത് തോന്നും. അതാണ് ഭാരം. ഈ ദുഷ്ടന്മാരുടെ ദുഷ്ടതയാണ് ഈ സജ്ജനങ്ങളുടെ മനസ്സിൽ ഭാരമായിട്ട് വരിക. ആ ഭാരമാണ് ഭൂമിക്ക് ഭാരം. തഥാ ഭാരവതി ഭൂമിഹി. ആ സമയത്താണ് ഭൂമിക്ക് ഇത് ഭാരമായിട്ട് വരിക. ദുഷ്ടന്മാരുടെ വെയിറ്റ് അല്ല, ദുഷ്ടന്മാരുടെ ഈ ദുഷ്ടതയാണ്. ആ ദുഷ്ടത ഈ സജ്ജനങ്ങളിൽ ഉണ്ടാകുന്ന വിഷമം, ആ വിഷമമാണ് ഭാരം. യഥാർത്ഥത്തിലുള്ള ഭക്തൻ അങ്ങനെയാണ്. അന്യരുടെ വിഷമം കാണുമ്പോൾ അത് സ്വന്തം ദുഃഖമായിട്ട് ഭാരമായിട്ട് ഏറ്റെടുക്കണം. ആ ഭാരം ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ പശുരൂപം സ്വീകരിച്ചുകൊണ്ട് ആശ്രയത് ഗോരൂപ ഇയം, ഈ പശുരൂപിയായിട്ടുള്ള ഈ ഭൂമി ആശ്രയത്. ആരെ ആശ്രയിക്കുക? അന്യോ ന ദൃശ്യതേ, വേറൊരാളെ കാണാനില്ല. ത്രാതാഹ, രക്ഷിതാവായിട്ട്. ത്വത്തഹ, അങ്ങല്ലാതെ കണ്ട്. അല്ലയോ കമലലോചന ഭഗവാനെ, പുണ്ടരീകാക്ഷ, പുഷ്കരാക്ഷ. അപ്പോൾ ഇതാണ് ഉദ്ധവൻ ആവശ്യപ്പെടുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, രണ്ട് മൂന്നായിട്ട് പറഞ്ഞത്. ആഗതോയം കലിർഘോരോ ഭവിഷ്യന്തി പുനഃഖല തത്സംഗേനൈവ സന്തോവി ഗമിഷ്യന്ത്യുഗ്രതാം യഥാ തഥാ ഭാരവതി ഭൂമി ഗോരൂപേയം കമാശ്രയേത് അന്യോ ന ദൃശ്യതേ ത്രാത ത്വത്ത കമലലോചന. 58ാമത്തെ ശ്ലോകം. അധഃ സൽസു ദയാം കൃത്വ ഭക്തവത്സല മാ വ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോ വിചിന്മയ. അപ്പോൾ ഈ സംശയം പറഞ്ഞതിന് ശേഷം ഉദ്ധവൻ തന്നെ നിർദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് ഭക്തരോട് വാത്സല്യമുള്ളതായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ, ഈ സജ്ജനങ്ങളുടെ ഈ വിഷമത്തിനെ ദൂരീകരിക്കാൻ എപ്പോഴും കരുണ കാണിക്കുന്നതായിട്ടുള്ള അങ്ങ് ഈ ഭൂമിയിൽ നിന്നും പോകരുത്. അങ്ങ് സാകാരത്തോടു കൂടിയിട്ട് വേണ്ട, ആകൃതി ഇല്ലാണ്ട്, രൂപമില്ലാതെ കണ്ട് ജ്ഞാനസ്വരൂപനായിക്കൊണ്ട് ഈ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാത്വിക ഗുണത്തെ മാത്രം എടുത്തുകൊണ്ട് അവതരിച്ച് വന്നതായിട്ടുള്ള അങ്ങ് ഈ ഭക്തന്മാരെ പിരിയാതെ ഇവിടെ രൂപത്തിൽ വേണമെന്നില്ല, എങ്ങനെയെങ്കിലും അങ്ങിവിടെ വസിക്കുക തന്നെ വേണം. അതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതഹ സൽസു ദയാം കൃത്വ, അതുകൊണ്ട് അങ്ങ് ഈ സജ്ജനങ്ങൾക്ക് ദയാം കൃത്വ, ദയ കൊടുക്കുക തന്നെ വേണം, ദയയെ കാണിക്കണം. കാരണം അങ്ങ് ഭക്തവത്സലനാണ്. അതുകൊണ്ട് മാ വ്രജ, അങ്ങ് എവിടേക്കും പോകരുത്. ഭക്താർത്ഥം, ഈ സജ്ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഭക്തന്മാരുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടിയിട്ട്, വേറൊന്നും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് ഈ ദുഷ്ടന്മാർ ദ്രോഹിക്കുന്നത് ഒഴിവാക്കി കിട്ടുക, അത്രയേ വേണ്ടൂ. ആ ഭക്താർത്ഥം സഗുണഃ ജാതഃ, അങ്ങ് ഇപ്പോൾ സഗുണനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. പക്ഷേ അത് വേണ്ട, നിരാകാരഃ അഭി, അങ്ങക്ക് നിരാകാരം കൊണ്ട് തന്നെ രക്ഷിക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് ചിന്മയനായിട്ടുള്ള അങ്ങ്, ഈ ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുള്ള അങ്ങ്, ചിത്സ്വരൂപനായിട്ടുള്ള ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള അങ്ങ്, അന്തര്യാമിയായിട്ടുള്ള അങ്ങ് ഇവിടെ നിന്നും നിരാകാരനായിട്ട് ഇവിടെ ഇരുന്നിട്ടെങ്കിലും അങ്ങ് ഇവിടുന്ന് പോകാതിരിക്കണം. മാ വ്രജ. അധഃ സൽസൂദയാം കൃത്വ ഭക്തവത്സല മാ വ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോപി ചിന്മയ. അതുകൊണ്ട് ഭഗവാനെ, അങ്ങ് ഭക്തവത്സലനാണ്, എവിടേക്കും പോകരുത്. ഈ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഗുണനായിട്ടാണ് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്. ഇനി അങ്ങ് സകല ആകാരം, അതായത് കൃഷ്ണസ്വരൂപത്തെ മറച്ചുകൊണ്ട്, ഇനി സ്വരൂപം വേണമെന്നില്ല, അങ്ങ് എങ്ങനെയെങ്കിലും ഇവിടെ സാന്നിധ്യം ഉണ്ടായാൽ മതി. സനകാദി മഹർഷിമാരോട് പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് ഭാഗവതം വായിക്കണമെന്ന് വെച്ചാൽ അവിടെ ഞാൻ ഉണ്ടായിക്കൊള്ളാം. അപ്പോൾ അതിനെ ഒന്ന് ഉറപ്പിക്കണം. അതുകൊണ്ട് അങ്ങ് നിരാകാരനായിട്ട് ഇവിടെ ഉണ്ടാവണം. ഇപ്പോൾ സാക്ഷി രൂപത്തിൽ അന്തര്യാമിയായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്, എങ്കിലും അത് പോരാ, രക്ഷിതാവായിട്ട് തന്നെ വേണം, പുറമേ തന്നെ വേണം, നിരാകാരനായിക്കൊണ്ട് ഇരിക്കണം. ഇതാണ് എൻ്റെ അഭിപ്രായം. അധഃ സൽസൂദയാം കൃത്വ ഭക്തവത്സലമാവ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോപി ചിന്മയ. അപ്പോൾ അവിടെ ചെറിയൊരു കമ്പല്ലിങ് വന്നു, ഒരു നിർബന്ധിക്കൽ വന്നിട്ടുണ്ട് ഭഗവാനോട്. വീണ്ടും പറയാണ്, ത്വദ്വിയോഗേന തേ ഭക്ത കഥം സ്ഥാസ്യന്തി ഭൂതലേ നിർഗുണോപാസനേ കഷ്ടം അത കിഞ്ചിത് വിചാരയാം.
ഇതാണ് കാരണം. കാരണം ഭഗവാനെ അങ്ങയെ സകല സ്വരൂപത്തോടു കൂടിയിട്ട് ആരാധിക്കുക എന്നത് വളരെ എളുപ്പമാണ്. മത്സ്യകൂർമ്മ, വരാഹശ, നരസിംഹശ, വാമന, രാമോ, രാമശ, രാമശ, കൃഷ്ണ, കൽക്കിൽ, ജനാർദ്ദന, ധാരാളം അവതാരങ്ങൾ, 22, 24 അവതാരങ്ങൾ ഭാഗവതത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സരസസ്യു സഹസ്രശ, ഏത് എത്ര അവതാരത്തിൻ്റെ സ്വരൂപം എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും അങ്ങനെയുള്ള ഈ ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപത്തെ ആശ്രയിച്ച് ബിംബവൽക്കരണം നടത്തിയിട്ട് പൂജിക്കുകയാണ് സ്വതേ ഭക്തന്മാർക്ക് സാധിക്കുള്ളൂ. അതിനുള്ള മനസ്സിൻ്റെ ഉറപ്പേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ത്വത് വിയോഗേന തേ ഭക്താഹ, അങ്ങയുടെ ഈ വിയോഗം അത് സഹിക്കാൻ പറ്റാതെ അങ്ങയുടെ ഈ ഭക്തന്മാർ കഥം സ്ഥാസ്യന്തി ഭൂതലെ, എങ്ങനെയാണ് ഈ ഭൂമിയിൽ വസിക്കുക, താമസിക്കുക. നിർഗുണ ഉപാസന, നിർഗുണമായിട്ടുള്ള ഈ ഉപാസനയുണ്ടല്ലോ, അതായത് രൂപമില്ലാതെ കണ്ട് ഉപാസിക്കുക, തേജസ്സിനെ മാത്രം ഉപാസിക്കുക, അതത്ര എളുപ്പമല്ല. കഷ്ടം, അത് എളുപ്പമല്ല, അത് അതിക്ലിഷ്ടമാണ്. അതായത് എന്തായാലും പറയാം, നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയും കൂടുതൽ പ്രശ്നം, അതിനുള്ള മനസ്സുറപ്പുണ്ടാവില്ല. അതുകൊണ്ട് കഷ്ടം. അതുകൊണ്ട് കിഞ്ചിത് വിചാരയ, അതുകൊണ്ട് കുറച്ചെങ്കിലും വിചാരം ചെയ്യൂ, ഈ കാര്യത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കൂ എന്ന് പറയാണ്. ത്വത് വിയോഗേന തേ ഭക്താഹ, ശ്രീകൃഷ്ണ അങ്ങ് ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കഥം സ്ഥാസ്യന്തി ഭൂതലേ ഭക്താഹ തേ ഭക്താഹ, ഈ ഭൂമിയിൽ എങ്ങനെയാണ് അങ്ങയുടെ ഭക്തന്മാർ താമസിക്കുക? നിർഗുണോപാസനെ കഷ്ടം, നിർഗുണോപാസന എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ കൂട്ടിയേ പറ്റില്ല. അതുകൊണ്ട് കിഞ്ചിത് വിചാരയ, കുറച്ചെന്തെങ്കിലും ഈ കാര്യത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കണേ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ പോലും കുറച്ചു നേരം ഒന്ന് ചിന്തയിൽപ്പെട്ടു എന്നാണ് പറയണത്. അടുത്ത ശ്ലോകത്തിൽ അതാ പറയണം, നമുക്ക് അടുത്തതിൽ പറയാം. ത്വദ്വിയോഗേന തേ ഭക്താ കഥം സ്ഥാസ്യന്തി ഭൂതലേ നിർഗുണോപാസനേ കഷ്ടം കിഞ്ചിത് വിചാരയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭഗവാനോട് ഉദ്ധവൻ ആവശ്യം പോലെ ആ ആവശ്യത്തെ സമർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഭഗവാൻ നിരാകാരനായിക്കൊണ്ട് ഇവിടെ താമസിക്കാൻ എന്താ ഉപായം എന്ന് ചിന്തിച്ചത്. ആ ചിന്തയാണ് ഈ സകല സ്വരൂപത്തെ മറക്കുകയും ചെയ്തു, ഭാഗവത സ്വരൂപനായിട്ട് മാറുകയും ചെയ്തു. തൻ്റെ തേജസ് മുഴുവനെ ഭാഗവതത്തിലേക്ക് അങ്ങോട്ട് ലയിപ്പിച്ചു. അത് ഉദ്ധവൻ്റെ ഈ ഒരു ആവശ്യം, ഉദ്ധവൻ്റെ ന്യായ അന്യായം, അത് നീതിന്യായം അനുസരിച്ച് നല്ലോണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാന് ബോധ്യമായി. ആ ബോധ്യപ്പെട്ടതിനെ ഭഗവാൻ സ്വീകരിച്ചു. ഭക്തന്മാർ എന്ത് പറഞ്ഞാലും ഭഗവാൻ ചെയ്യും. അത് ഭഗവാൻ ചെയ്തു. അതാണ് ഈ ഭാഗവതം നമുക്ക് കിട്ടാനുള്ള കാരണം. ഇപ്പോൾ ഭാഗവതത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? ഉദ്ധവൻ്റെ ആവശ്യപ്രകാരം ഭഗവാൻ ഭാഗവതത്തിലേക്ക് ഭാഗവതമായിട്ട് മാറി. അതാണ്, അത് വ്യാസനാൽ നമുക്ക് തരപ്പെട്ടു. സൂതൻ നമുക്ക് അത് പറഞ്ഞു തരണം, ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ള രീതിയിൽ. ആ കാര്യങ്ങളെ അടുത്ത ശ്ലോകത്തിൽ 59 ശ്ലോകമാണ് ഇപ്പോൾ കഴിഞ്ഞത്. 60ാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് നാളെ പറയാം. ഇപ്പോൾ 43ാമത്തെ ഭാഗം. എല്ലാവരും പരീക്ഷയിൽ പങ്കെടുക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇത് ഷെയർ ചെയ്യണം എന്നും പ്രാർത്ഥിക്കണം. നാരായണ നാരായണ.